കോഴിക്കോട് കുറ്റ്യാടിയിൽ വ്യാജ ചികിത്സയിലൂടെ യുവതി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടും രോഗം മാറുന്നതിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എല്ലാ രോഗത്തിന്റെ കൂടെയും ഷിഫയുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്നും യുവതിയോട് പറയുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വ്യാജ ചികിത്സയിലൂടെ കോഴിക്കോട് കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിച്ച 45-കാരി മരിക്കുന്നത്. അലോപ്പതി ചികിത്സ തെറ്റാണെന്ന് യുവതിയെ വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു വ്യാജ ചികിത്സ തുടർന്നത്. സ്തനാർബുദം ബാധിച്ച യുവതിയോട് മറ്റ് ആശുപത്രിയിൽ എത്തിയാൽ ശരീരം കീറി മുറിക്കുമെന്ന് പേടിപ്പെടുത്തി. അത് വലിയൊരു ടോക്സിൻ തന്നെയാണ് ആ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതിപ്പോൾ അവരുടെ അടുത്ത് എത്തിക്കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴത് കീറി മുറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അത് പനിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കളയും. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. യുവതിയുടെ വിശ്വാസം ചൂഷണം ചെയ്തും ചികിത്സ തുടർന്നു. ടെൻഷനൊന്നും അടിക്കണ്ട. എല്ലാ രോഗത്തിന്റെ കൂടെ ഷിഫ ഉണ്ടെന്ന് അള്ളാഹ് തന്നെയല്ലേ വാഗ്ദാനം തരുന്നത്. അൽഹംദുലില്ലാ അങ്ങനെ കുറഞ്ഞോളും. ചികിത്സ ചെയ്തിട്ട് വേദന വരുന്നത് അത് സുഖപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഹാജറ. അപ്പൊ അങ്ങനെ കണ്ടാൽ മതി. അത് സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് യുവതി പറയുമ്പോഴും അത് അസുഖം മാറുന്നതിന്റെ ലക്ഷണമാണെന്നായിരുന്നു മറുപടി. സ്വഭംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിന് മെസ്സേജ് ഇട്ട് എനിക്ക് ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം സാറ് പിന്നെ കൊളിയാൻ പറഞ്ഞ് സാറിനെ കോൾ ചെയ്ത് നോക്കുമ്പോൾ സാറിന് ഒരു പെണ്ണുങ്ങളെടുത്ത് പിന്നെ അന്നേരം കിട്ടിയില്ല. അന്നേരം രണ്ടാമത് ഞാൻ മെസ്സേജ് ഇട്ട് സാറിന് കിട്ടിയില്ല. അന്നേരം സാർ ഇങ്ങോട്ട് വിളിച്ച് ഹീൽ ചെയ്താന്നിപ്പോൾ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് നിങ്ങളെ മനസ്സിന്റെ തോന്നലാണ് വേദന വരുന്ന സമയത്ത്. സാറിന്റെ ചികിത്സ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വേദന വന്ന്? ഒരുപാട് പ്രാവശ്യം വേദന വന്ന് നീര് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നില്ലേ? അപ്പോൾ ചികിത്സ ഫലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന വരുമ്പോൾ ചികിത്സ ഫലിക്കാത്തല്ലോ ഹാജറ. രോഗം മൂർച്ഛിച്ചാണ് യുവതി മരിച്ചത്. സംഭവത്തിൽ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. ആരോഗ്യവകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകാനൊരുങ്ങുകയാണ് കുടുംബം. ശിവദാസ് കന്മനം, ജനം, കോഴിക്കോട്.